നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ഹൈക്കോടതിയുടെ തുടർച്ചയായ നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി അദ്ദേഹത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത്. MLAക്കെതിരെ ഉയർന്ന പരാതിയിൽ ആരോപിക്കപ്പെട്ട പല തെളിവുകളും വ്യാജമാണെന്ന് കോടതി നിരീക്ഷിച്ചതോടെ കേസിന്റെ വിശ്വാസ്യത തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പരാതിക്കാരിയുടെ വാദങ്ങൾ സാധൂകരിക്കുന്ന നിർണായകമായ രേഖകളോ ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷനെ സാധിക്കാതെ വന്നതാണ് ഈ നിയമപരമായിട്ടുള്ള വിജയം നേടാനായിട്ട് രാഹുലിന് സഹായകമായത്. തുടർന്ന് ഒളിവിൽ പോയ ശേഷം 10-ാം ദിവസമാണ് ആദ്യ കേസിൽ രാഹുലിന് അനുകൂലമായി വിധി വന്നത് എന്നതും പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴാണ് കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായതെന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വാക്കാലുള്ള മൊഴികളെ മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ പരാതിയിലും രാഹുലിനെതിരെ ശക്തമായ തെളിവുകളുടെ അഭാവം കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗത്തിന് സാധിച്ചു. ഈ തെളിവുകളുടെ കുറവ് കണക്കിലെടുത്താണ് രണ്ടാമത്തെ കേസിലും രാഹുലിനെ അറസ്റ്റ് തടയാനുള്ള നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. ഈ അനുകൂല വിധിക്ക് പിന്നാലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളും മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ നൽകുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികൾ കൂടുതൽ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയെന്നും രാഹുലിൻ്റെ അടുത്ത സുഹൃത്തായ ഫെന്നിയെ ഭയമാണെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികാര നടപടികൾ ഭയന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി അന്വേഷണ സംഘത്തോടെ വ്യക്തമാക്കി. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസമില്ലാത്ത ഒരു ഇമെയിൽ വഴിയാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി പോലീസിന് ലഭിച്ചത്. ഇത് അന്വേഷണ സംഘത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും പരാതിക്കാരി മൊഴി നൽകുമോ എന്ന സംശയം ഉയർത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ടാണ് യുവതി മൊഴി രേഖപ്പെടുത്തിയത്. മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചിരുന്ന യുവതി കേസ് അന്വേഷണവുമായി സഹകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളത്തിലെത്തിയതും. പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് വിവാഹം കഴിക്കാം എന്ന ഉറച്ച വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായിട്ട് അടുപ്പത്തിലായത്. ഇതിൻ്റെ മറവിലാണ് ബലാത്സംഗം നടന്നതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. മൊഴി പ്രകാരം രാഹുൽ യുവതിയുടെ വീട്ടിൽ അടക്കം ചെന്ന് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹാലോചനയുമായിട്ട് എത്തിയിരുന്നുവെന്നതും മൊഴിയിൽ പ്രധാനമായിട്ട് പറയുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരുത്തുകയും വിവാഹ കാര്യത്തിൽ നിന്ന് രാഹുൽ പിന്മാറുകയും ചെയ്തു. ഇതിനെ എതിർത്തപ്പോൾ രാഹുൽ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെന്നും യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകൾ കൈമാറാൻ പരാതിക്കാരിക്ക് സാധിക്കാതിരുന്നത് കേസിലൊരു നിർണായക തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. രാഹുലിൻ്റെ അറസ്റ്റ് തടയുന്നതിൽ പോലീസിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ്. ഇതോടെയാണ് ഫോറൻസിക് സംഘവുമായി യുവതി പരാതിയിൽ പറയുന്ന ഈ ഹോം സ്റ്റേയിൽ വിശദമായ പരിശോധന നടത്താനായിട്ട് പോലീസ് തീരുമാനിച്ചത്. ആദ്യ കേസിൽ രാഹുലിൻ്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചത് ബലാത്സംഗം എന്ന വകുപ്പ് തനിക്കെതിരെ നിലനിൽക്കില്ല എന്നും പരാതി നൽകിയ രീതി യഥാർത്ഥമല്ല എന്നുമുള്ള രാഹുലിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചതിനാലാണ്. പരാതിക്കാരിയുമായുള്ള ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെയുള്ളതായിരുന്നുവെന്നും വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം അത് തകർന്നപ്പോൾ പകരം വീട്ടാൻ വേണ്ടി ബലാത്സംഗ കേസാക്കി മാറ്റിയതാണെന്നുമുള്ള രാഹുലിൻ്റെ വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തു. യുവതി മുഖ്യമന്ത്രിക്കാണ് ആദ്യം പരാതി നൽകിയത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. കോടതിയിൽ നിന്നും രാഹുലിന് തുടർച്ചയായിട്ട് അനുകൂലമായ വിധികൾ ലഭിക്കുമ്പോൾ നിയമപരമായി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അന്വേഷണ ഏജൻസികൾ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പാലക്കാടും തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കർണാടകയിലും രാഹുലിനെ കണ്ടെത്താനായി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നിയമപരമായിട്ടുള്ള ഈ വഴിത്തിരിവോടെ പോലീസ് അന്വേഷണം അത് മുറുകുന്നതിനിടയിലും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് ഈ കേസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്.